എല്ലാവർക്കും നമസ്തേ. വിഷുവൊക്കെ ആയിക്കൊണ്ട് എല്ലാവർക്കും ഒരു പുതുവത്സരം നേരുകയാണ്. ഇന്ന് വിഷുവിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കടലപ്രഥമൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം വീഡിയോ കാണണേ. ഇതിനായിട്ട് കടലപ്പരിപ്പ് അല്ലെങ്കിൽ ചനാദാൽ 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ചേർക്കാം. വേവിക്കുന്നതിന് മുൻപായിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒരു മണം വരുന്നിടം വരെ ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം. കാരണം പരിപ്പിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടാനും പായസം കൂടുതൽ അങ്ങ് കൊഴുത്തു പോകാതിരിക്കാനും ഇത് സഹായിക്കും. അല്ലെങ്കിൽ കുക്കറിൽ വേവിച്ച ശേഷം നെയ്യിലൊന്ന് വരട്ടിയെടുക്കാം. അതിലും ഈ ഒരു രീതിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പരിപ്പിൻ്റെ കളറൊന്നും മാറിപ്പോകല്ലോ കേട്ടോ. ചെറിയ ഒരു മണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി അതിലേക്ക് പരിപ്പിൻ്റെ 3 ഇരട്ടി വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അടച്ചു വെച്ച് 5 വിസിൽ വരുന്നിടം വരെ ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാം. ഇതിപ്പോൾ 500 ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് തല്ലിപ്പൊട്ടിച്ചെടുത്തിട്ടുള്ളതാണ്. ഞാൻ ചവ്വേരിയും കൂടി ചേർക്കുന്നത് കൊണ്ടാണ് 500 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ 250 ഗ്രാം പരിപ്പിന് ഒരു 400 ഗ്രാം ശർക്കരയൊക്കെ കൃത്യമായിരിക്കും. അതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ശർക്കര ഉരുകി വന്നു കഴിഞ്ഞാൽ സീവിൽ കൂടി ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. പരിപ്പൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഒരു ഉരുളിയിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി വേവിച്ച് വെച്ച ആ പരിപ്പ് ഉരുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനി തവി കൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. മുഴുവനായിട്ടങ്ങ് ഉടഞ്ഞു പോകല്ല താനും. പരിപ്പ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ചെറിയ തരിയൊക്കെ ഉണ്ട് താനും അതിൽ. ഇനി ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഒരു 15-20 മിനിറ്റ് എടുക്കും കേട്ടോ. ഒരു അര ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർക്കാം. ഈ സമയത്ത് 50 ഗ്രാം ചവ്വേരിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 4 മണിക്കൂർ കുതിർത്തെടുത്ത ചവ്വേരിയാണ്. ഇതുപോലെ സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. കുതിർക്കാതെ നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വേവിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ശർക്കരയിൽ കിടന്നത് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇതിപ്പോൾ ഇനി ഇതിൽ കിടന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കടലപ്രഥമന് ചവ്വേരി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ചവ്വേരി ചേർക്കുന്നതാണ് ഇഷ്ടം. ഒന്ന് കടിക്കാനൊക്കെ കിട്ടുമല്ലോ. ശർക്കരയുടെ കുത്തലൊക്കെ ഒന്ന് മാറാനായിട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഇതിനി നന്നായി വെന്ത് വറ്റി കിട്ടണം. ഒരു 15-20 മിനിറ്റ് വരെ എടുക്കും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പം അത്യാവശ്യം നന്നായി തന്നെ കുറുകി വറ്റി വന്നിട്ടുണ്ട്. ചവ്വേരി നന്നായിട്ട് വെന്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഫ്ലെയിം ലോയിലേക്കാക്കി വെച്ച ശേഷം നമുക്ക് രണ്ടാം പാല് 3 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഒരു വലിയ തേങ്ങയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ടാം പാല് കുറേശ്ശെയായി ചേർത്ത് തിളച്ച ശേഷം ബാക്കി കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മുഴുവനും കൂടി ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കല്ലേ. ഇപ്പം മുഴുവൻ രണ്ടാം പാലും ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് വറ്റി വരട്ടെ. ഒരു 6-7 മിനിറ്റ്. ഈ സമയത്ത് അതിലോട്ട് നല്ല ഫൈനായി പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി നന്നായിട്ടൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ
ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് നല്ല കട്ടിയായിട്ടുള്ള 1-ാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിള വന്ന് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. സദ്യക്ക് ഇപ്പം നിങ്ങൾക്ക് ഇലയിൽ വിളമ്പാനുള്ള ഒരു പാകമാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിപ്പം ഗ്ലാസ്സിലൊരു കുടിക്കുന്ന പരുവമാണ്, ഇതാ കണ്ടില്ലേ. പക്ഷേ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഇനിയും കുറച്ചും കൂടി കുറുകി വരും കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യിൽ ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും 10-15 സ്പ്ലിറ്റാക്കിയ കാഷ്യൂനട്ടും 1 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ചേർത്ത് വറുത്ത് പായസത്തിൽ ചേർത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. മധുരമൂറും സ്വാദിഷ്ടമായ കടലപ്രഥമൻ റെഡിയായിട്ടുണ്ട്. പായസം ഉണ്ടാക്കിയാൽ ആദ്യം ഭഗവാന് വെച്ചിട്ട് ഞാൻ ബാക്കി പരിപാടിയുള്ളൂ കേട്ടോ. ഞാനിതൊന്ന് വെച്ചിട്ട് വരട്ടെ. ഈ വിഷുവിന് കടലപ്രഥമൻ ഇഷ്ടമുള്ളവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് അടപ്രഥമനും പാൽപ്പായസവുമാണ്. എന്തായാലും ആ 2 റെസിപ്പീസ് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെ. കാണാത്തവർ അതും ഒന്ന് കണ്ടു നോക്കണം. ഇനി ഞാൻ അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് മറക്കണ്ട. കറി വിത്ത് അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായോ? എൻ്റെ അമ്മയുടെ എല്ലാ റെസിപ്പീസും ഈ ചാനലിൽ വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിന് ഏറ്റവും അത്യാവശ്യം നിങ്ങളുടെ സപ്പോർട്ടാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഞങ്ങളുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്സും എല്ലാം ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ അറിയിക്കുക. ആ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരിക. അപ്പം മറ്റൊരു റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും സീ യു, ടാറ്റ, ഗുഡ് ബൈ.